Good afternoon. Good afternoon, ma'am. എല്ലാവരും എത്തിയോ? അപർണ, നിങ്ങൾ മൂന്നുപേരാണോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ? കഴിഞ്ഞ ക്ലാസ്സില് ടീച്ചറിന്റെ ഉണ്ടായിരുന്നോ? അതിന്റെ ഇടയ്ക്ക് ബ്രേക്കിന് പോയോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെ ടൈപ്പ് ഓഫ് ബ്ലഡ് ആണ്, യൂണിവേഴ്സൽ ഡോണർ ഏതാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏതാന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നു യൂണിവേഴ്സൽ ഡോണർ? വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ്? വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ്? ഓ നെഗറ്റീവ്. ഓ നെഗറ്റീവ് ആണ്. ഓ നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആണ്? AB പോസിറ്റീവ്. AB പോസിറ്റീവ്. അപ്പൊ ഓപ്ഷൻസ് നോക്കി ശ്രദ്ധിച്ച് എഴുതുക. AB പോസിറ്റീവ് ഉണ്ടാവും, AB നെഗറ്റീവ് ഉണ്ടാവും. അതിനകത്ത് സൈനുകൾ മാറിപ്പോരുത്. ഓ നെഗറ്റീവ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നു. AB പോസിറ്റീവ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നു. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് when is the blood transfusion needed? എപ്പോഴാണ് നമുക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? when is the blood transfusion is needed? എപ്പോഴൊക്കെയാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ഇപ്പോഴേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടി വരുന്നത്? എമർജൻസി സർജറി സമയത്ത് അല്ലെ, ചില സർജറി ഒക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബ്ലഡ് ഒക്കെ വേണ്ടി വരും ആ സമയത്ത്. പിന്നെ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആക്സിഡന്റ്സ്, എന്തെങ്കിലും ആക്സിഡന്റുകളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറെ ബ്ലഡ് ഒക്കെ ലോസ് ആയി പോവുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ആവശ്യമായിട്ട് വരും. ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് ആണ് തന്നേക്കുന്നത്. നോക്കി, individuals may require a blood transfusion for variety of some of them. പല സാഹചര്യങ്ങളിലും ആളുകൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അത് ഏതൊക്കെ സാഹചര്യങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് require the blood transfusion? Which of the following situations that require the blood transfusion? Blood transfusion ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ഏതാണ്? To substitute for the lost blood after a serious heart surgery. നമ്മളെങ്ങനെയാ ഈ പകരം, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്, പകരമായിട്ട് ഒരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ സംഭവിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുറെ ബ്ലഡ് ലോസ് ആയി പോവുകയാണെങ്കിൽ അതിന് പകരം ബ്ലഡ് കയറ്റും അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. ഒരു സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർജറി ഒക്കെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ലോസ് ആവുകയാണെങ്കിൽ അതിന് പകരം ആ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉപയോഗിക്കും. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് എന്നാണ് മീനിങ്. ടു റീപ്ലേസ് ചെയ്യാനായിട്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ബ്ലഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉപയോഗിക്കാം. പിന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ഡൈജസ്റ്റീവ് ട്രാക്ട്, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന ഒരു രക്തസ്രാവം, ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ആണ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞ എന്താ പറഞ്ഞല്ലോ നമ്മൾ? ലുക്കീമിയ ബ്ലഡ് ക്യാൻസറിനാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അപ്പൊ ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ഒക്കെ വരുമ്പോൾ അപ്പൊ അവർക്കടെ ബ്ലഡ് മാറ്റി വേറെ ബ്ലഡ് ഒക്കെ കയറ്റാം. ആ സമയത്തൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഇനി നെക്സ്റ്റ് ലാക്ക് ഓഫ് ഹെൽത്തി
റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ ബ്ലഡില് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസിന്റെ ലാക്ക് കുറവ് കൊണ്ട് RBC കുറവാണെങ്കിൽ അപ്പോഴും നമുക്ക് RBC അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞു, ബ്ലഡിലെ 4 കമ്പോണൻസ്, അതിന് ഓരോന്നും സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലെ RBCയുടെ അളവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി RBC ഇല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം നമുക്ക്. അപ്പൊ RBC ഉള്ള നമുക്ക് RBC എടുക്കാം, ബ്ലഡിലെ RBC നമുക്ക് ശരീരത്തിലേക്ക് കയറ്റാം. അപ്പൊ അങ്ങനെ RBCയുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ്, ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ് കൊണ്ട്, ലാക്ക് ഓഫ് ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഒക്കെ കുറവാകുമ്പോൾ, പിന്നെ അടുത്താണ് നെക്സ്റ്റ് വരുന്നതാണ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. കേട്ടിട്ടില്ലേ റേഡിയേഷൻ തെറാപ്പി? ക്യാൻസർ ഒക്കെ വന്ന പേഷ്യൻസിനൊക്കെ ചെയ്യുന്നത് റേഡിയേഷൻ തെറാപ്പി കേട്ടിട്ടുണ്ടോ? റേഡിയേഷൻ തെറാപ്പി, റേഡിയേഷൻ ചെയ്യുന്ന കേട്ടിട്ടില്ലേ ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ളവർക്ക്? അപ്പൊ റേഡിയേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് അവിടെ ക്യാൻസർ സെല്ലിനെ, ക്യാൻസറിന് കാരണമാകുന്ന അണുക്കളെ കൊല്ലുന്നത്, ആ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അത് എക്സ്റേസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. മെഗാ വോൾട്ടിലുള്ള എക്സ്റേസ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടാകുന്ന സെൽസിനെ നശിപ്പിച്ചു കളയുന്നതിനാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ഏത് സെല്ലിലാണ്, അവിടുത്തെ DNA-ക്കാണോ ഡാമേജ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ എന്താ, അതിന് റേഡിയേഷൻ ഉപയോഗിച്ച് കരിച്ചു കളയും. അപ്പൊ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ സെൽസ് ഇനി വീണ്ടും അത് എന്ത് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റേഡിയേഷൻ തെറാപ്പി. പിന്നെ അടുത്ത നെക്സ്റ്റ് കീമോതെറാപ്പി. കീമോതെറാപ്പി എന്താ? റേഡിയേഷൻ കൊണ്ട് ക്യാൻസർ സെല്ലിനെ കൊല്ലുന്നതാണ്. മെഗാ വോൾട്ടിലുള്ള എക്സ്റേസ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ചു കളയുന്നതിനാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടാബ്ലറ്റ്സുകൾ, മരുന്നുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ക്യാൻസറിന് എതിരായിട്ടുള്ള ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഇവിടെ റേഡിയേഷൻ ഉപയോഗിക്കുന്ന, റേഡിയേഷൻ തെറാപ്പിയില് റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നതാണ്. ഇവിടെ കീമോതെറാപ്പിക്ക് റേഡിയേഷന് പകരം അവിടെ യൂസ് ചെയ്യുന്നത് മെഡിസിൻസ് ആണ്. മെഡിസിൻസ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുന്നതാണ്. കീമോതെറാപ്പി എന്ന് വെച്ചാൽ മരുന്നുകൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. രക്തക്കുഴലുകളിൽ ഈ ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങൾ വളരാതിരിക്കാനായിട്ട് സഹായിക്കും. ആ ക്യാൻസർ വന്ന ആ സെല്ല്, ആ കോശങ്ങളെ, അതിന്റെ ഘടനയെയൊക്കെ ആക്രമിച്ചിട്ട് ആ മരുന്നുകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ സെല്ല് ഇതുപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും അവിടെ പുതിയ ട്യൂമറുകളൊക്കെ വരാതിരിക്കാനും സഹായിക്കുന്നു. ഇസ് എ കോമൺലി ക്യാൻസർ ട്രീറ്റ്മെന്റ് തന്നെയാണ് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ. ഇവിടെ ഡ്രഗ്സ് ആണ്, ഇവിടെ മരുന്നുകളാണ് ക്യാൻസർ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ കീമോതെറാപ്പി അതുപോലെയുള്ള മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനും ഒക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഓക്കെ, പിന്നെ അത് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. റേഡിയേഷന്റെ ഇതിനകത്ത് റേഡിയേഷൻ തെറാപ്പി വരുന്നുണ്ട്, കീമോതെറാപ്പി ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെച്ചോ, റേഡിയേഷൻ തെറാപ്പി എന്നൊന്ന് ഹെഡിങ് കൊടുത്തിട്ട് എന്താന്ന് ഒരൊറ്റ സെന്റൻസ് ഒന്ന് എഴുതിക്കോ, റേഡിയേഷൻ തെറാപ്പി. റേഡിയേഷൻ തെറാപ്പി. റേഡിയേഷൻ തെറാപ്പി. Radiation therapy is a common cancer treatment. Radiation therapy is a common cancer treatment. That uses radiation to kill
that uses radiation to kill cancer cells. Radiation therapy is a common cancer treatment that uses radiation to kill cancer cells. അവിടെ റേഡിയേഷൻ കൊണ്ടാണ് ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്. Radiation therapy is a common cancer treatment that uses radiation to kill cancer cells. Next, chemotherapy. 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 Radiation therapy എഴുതി കഴിഞ്ഞോ? ഓക്കെ, രണ്ടാമത്തെ എഴുതിപ്പോ കീമോതെറാപ്പി. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കീമോതെറാപ്പി ഈസ് എ common cancer treatment. Chemotherapy is a common cancer treatment, it uses അവിടെ എന്താ ഉപയോഗിക്കുന്നത്? കീമോതെറാപ്പിയിൽ എന്താ? മെഡിസിൻസ്, ഡ്രഗ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. It uses drugs, drugs, drugs എന്ന് വെച്ചാൽ മരുന്നുകൾ എന്നുള്ള മീനിങ്. Drugs to destroy, DESTROY, to destroy cancer cells, to destroy the cancer cells and prevent, prevent tumor growth, prevent tumor growth. Chemotherapy is a common cancer treatment. It uses drugs to destroy cancer cells and prevent tumor growth. ഇങ്ങനെ റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ആ സമയത്തൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ആണ് ലിവർ പ്രോബ്ലംസ്. കരളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ സമയത്ത് കരൾ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ലിവർ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴും ആ സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ആവശ്യമായിട്ട് വരാം. ഇവിടെ സിറ്റുവേഷൻസ് ആണ് വന്നേക്കണേ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? നെക്സ്റ്റ് ആണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ബ്ലഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീസ് ഓർ ഡിസോർഡർ ഓഫ് ദ ബ്ലഡ്. ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസിനെയൊക്കെയാണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഏതൊക്കെ സിറ്റുവേഷൻസാ നമ്മൾ പറഞ്ഞേ? ഏതൊക്കെ സിറ്റുവേഷൻസാ പറഞ്ഞേ? ഏതൊക്കെ പറഞ്ഞേ? പറഞ്ഞ പോയിന്റ്സ് ഒന്ന്. Substitute for the lost blood after a serious or surgery. പിന്നെ digestive tract bleeding, leukemia, healthy red blood cells in the blood cells, radiation therapy, chemotherapy or other cancer treatments, liver blood disorders. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി പറയുന്നത് അതൊരു പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. Okay, a blood bank manager acts as a head of the entire blood bank. ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞ. അദ്ദേഹത്തിന്റെ ജോബ്സ് എന്തൊക്കെയാ വരുന്നത്? ഓക്കെ, he or she is at the helm of the daily operations at the blood bank, checking expense,
conducting inspection and working with the third party service. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. ആൻഡ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. തേർഡ് പാർട്ടി സർവീസസ് ആണ്. തേർഡ് പാർട്ടി സർവീസസ്. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞത് ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ. അദ്ദേഹത്തിന് എന്തിനാണ് ചാർജ് ഉണ്ട്? ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെലം. അറ്റ് ദ ഹെലം എന്ന് പറഞ്ഞാൽ ഇൻചാർജ് ഉണ്ട്. ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിനെ ഇൻചാർജ്, അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിന്റെയും ഇൻചാർജ് ഉള്ള ആളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെക്കിങ് എക്സ്പെൻസ് ഒക്കെ അവിടെ ചെലവുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, ഓരോ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ പരിശോധനകള്, ഓരോ പരിശോധനകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്, തേർഡ് പാർട്ടി സർവീസുമായിട്ട് വർക്ക് ചെയ്യുന്നു. അത് പേഷ്യൻസും അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വർക്ക് ചെയ്യുന്നു. വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്, ചെക്കിംഗ് എക്സ്പെൻസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻ ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. ഇനി നെക്സ്റ്റ് ആണ് തേർഡ് പോയിന്റ് ആണ് പറഞ്ഞേക്കുന്നത്. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. അക്കൗണ്ടബിൾ, എന്താ മീനിങ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞ? അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താ? ഉത്തരവാദിത്തം ഉള്ള ഒരാളാണ്. എന്തിനാണ്? ഫോർ സെലക്ടിങ്, സെലക്ട് ചെയ്യാൻ, ട്രെയിനിങ് കൊടുക്കാൻ, ആൻഡ് ഗൈഡ് ചെയ്യാൻ, ടാസ്ക് ഓഫ് പേഴ്സണൽ, he or she the supervise and leads newly hired staff on the work. ഒരു പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന ആ സ്റ്റാഫ്, ആ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യാൻ, അവരെ ഒരു മേൽനോട്ടം വഹിക്കാനും, അവരെ സെലക്ട് ചെയ്യാനും, അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും, ഗൈഡിങ് ടാസ്കുകൾ നൽകാനൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. പിന്നെ ഓൺ ദ വർക്ക് ദേ ഡു ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. പിന്നെ അതുകൂടാതെ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കാൻ പല റൂൾസുകള്, റെഗുലേഷൻസ്, കമ്പനിയുടെ റൂൾസുകളും റെഗുലേഷൻസും ഒക്കെ നടപ്പിലാക്കാനായിട്ട്, എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ചെയ്യുന്ന ഒരാളും കൂടിയാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞേ. ഫസ്റ്റ്, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. He or she is the supervise and leads newly hired staff for the work. They do the implement different rules and regulations of the company. കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരാളാണ്. അതിന് ഉത്തരവാദിത്വമുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ്. പിന്നെ അതുപോലെ ട്രെയിനിങ് കൊടുക്കാൻ, പുതിയതായിട്ട് ആ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് വരുന്ന ഒരു സ്റ്റാഫിനെ സൂപ്പർവൈസ് ചെയ്യുക, പിന്നെ അവർക്കുള്ള ആ സ്റ്റാഫിനെ സെലക്ട് ചെയ്യാനും, പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും, ഗൈഡിങ് ടാസ്കുകളൊക്കെ കൊടുക്കാനും ഉള്ള ഉത്തരവാദിത്വം ഉള്ള ഒരു ആളാണ്. പിന്നെ ട്രെയിനിങ്സും കൊടുക്കാം. നെക്സ്റ്റ്, he also oversees and assess the gross performance of the staff and ensure the flights and records are updated and properly stored. He also oversees എന്ന് വെച്ചാൽ എന്താ? ഓവർസീസ് മേൽനോട്ടം വഹിക്കുക. He also oversees and assess വിലയിരുത്തുക. He also oversees and assess the gross performance, overall performance of the staff. ആ സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ പെർഫോമൻസിനെ മേൽനോട്ടം വഹിക്കാനും വിലയിരുത്താനും ഉള്ള ഒരു അധികാരമുണ്ട്. ആൻഡ് എൻഷുർ, അതുകൂടാതെ എന്ത് കാര്യങ്ങളും ചെയ്യണം? ദാറ്റ് ഫ്ലൈറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റ് ആൻഡ് പ്രോപ്പർലി, സോറി അവിടെ ഫയലാണ് കേട്ടോ, FILES എന്നാണ്, അങ്ങനെ തന്നെയല്ല ഇതിനകത്ത്.
എന്റെ നോട്ടിലുള്ള ഫയലുകളും റെക്കോർഡ്സുകളും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും. Ensure the files and the records are updated and properly stored. നമ്മൾ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫിന്റെ എല്ലാ ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസ് അതിന് മേൽനോട്ടം വഹിക്കാനും അത് വിലയിരുത്താനും ഉള്ള അധികാരമുള്ള ആളാണ്. അതുകൂടാതെ ഫയലുകൾ, ബ്ലഡ് ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ട ഫയലുകൾ ഉണ്ടല്ലോ, ഓരോ ബ്ലഡ് ഗ്രൂപ്പ് സംബന്ധിച്ചിട്ടും ഓരോ ഇതും അവിടെ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര ബ്ലഡ് കുറവാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടത്തുന്ന എല്ലാ സർവീസിന്റെയും റെക്കോർഡ്സുകൾ, അതുപോലെ ഫയലുകൾ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓരോ ദിവസവും ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും ഉള്ള ഉത്തരവാദിത്വം ഉള്ള ഒരാളാണ്. അത് ഉറപ്പാക്കണം അദ്ദേഹം. എല്ലാം പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അടുത്ത നെക്സ്റ്റ് പോയിന്റ് ആണ്, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, അവിടെ ബാങ്ക് എന്നാട്ടോ, ഹാങ്ക് എന്നാ എഴുതിയിരിക്കുന്നത്, ബാങ്ക്. Apart from the management of blood bank staff, the blood bank manager is also responsible for developing center programs. നോക്കിയേ, ഈ ബ്ലഡ് ബാങ്ക് ജീവനക്കാരുടെ ആ ഒരു മാനേജ്മെന്റിന് പുറമെ അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട്. ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. സെന്റർ പ്രോഗ്രാമുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള, നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളായിരിക്കും. സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ബ്ലഡ് ഡൊണേഷൻ മന്ത്, ആ ഒരു മാസം മുഴുവൻ ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പേഷ്യൻസിനെയൊക്കെ ആണെങ്കിലും അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകൾ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും. ഏത് മാസാന്നറിയോ ബ്ലഡ് ഡൊണേഷൻ മന്ത്? ഏത് മാസാന്നറിയോ? ഇല്ല, ജനുവരി ആണ് കേട്ടോ. ജനുവരിയിലാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ജനുവരിയാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് അറിയപ്പെടുന്നത്. ഇത്രയാണ് അതിനകത്ത് ഈ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. ഇത് വായിച്ചു നോക്കി, ഇത് ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാം. വായിച്ചു നോക്കട്ടോ. ഒരു സംഖ്യയുടെ വർഗ്ഗത്തോട് 53 676 ഒരു സംഖ്യയുടെ വർഗ്ഗം. സംഖ്യ നമ്മൾ സംഖ്യ നമുക്ക് എടുക്കാം അല്ലേ?
വായിച്ചു കഴിഞ്ഞോ? Yes, ma'am. കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നോക്കിയേ. ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ഇതിനകത്ത് ഇവിടെ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ, അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്നും ചോദിക്കാം. ഇത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ? ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. എന്തായിട്ട് ആക്ട് ചെയ്യുന്നേ? ബ്ലഡ് ബാങ്ക് മാനേജർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നേ? ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്കിന്റെ ആക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ് റെസ്പോൺസിബിലിറ്റി? he or she is at the helm of the daily operations at the blood bank. Checking expenses, conducting inspections and working with third party services. എന്തിനുള്ള ഇതുണ്ട് അദ്ദേഹത്തിന്? ആ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഡെയിലി ഓപ്പറേഷൻസും അത് ചെയ്യാനുള്ള ഇൻചാർജ് ഉണ്ട് അല്ലെ? ഇൻചാർജ് ഉണ്ട്. പിന്നെ അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നേ? ചെക്കിംഗ് എക്സ്പെൻസ് ചെക്ക് ചെയ്യുക, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസുമായിട്ട് അത് വർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ്, ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് തേർഡ് പോയിന്റ് എന്താണ്? Accountable for selecting, training and guiding tasks for personnel he or she supervises and leads newly hired staff on the work. പിന്നെ they do and implement different rules and regulations of the company. അല്ലെ? അവിടുത്തെ സ്റ്റാഫുകള് ട്രെയിനിങ് കൊടുക്കാനും സെലക്ട് ചെയ്യാനും, അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഉണ്ട്. ഫോർ സെലക്ട് ചെയ്യാനും ട്രെയിനിങ് നൽകാനും ഗൈഡിങ് ടാസ്കുകൾ അവനെ നിയന്ത്രിക്കാനുള്ള ടാസ്കുകൾ, ഗൈഡ് ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ കൊടുക്കാനും ഉള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫുകളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യാനും കൂടിയും അദ്ദേഹത്തിന്റെ ജോബിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ ഈ ബ്ലഡ് ബാങ്ക് സർവീസിലുള്ള ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും they do and they implement different rules and regulations of the കമ്പനിയുടെ പല റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അദ്ദേഹത്തിന് അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഏതാ? He also oversees and assesses the gross performance of the staff and ensures that files and properly stored. അവിടെ നടക്കുന്ന മൊത്തത്തിലുള്ള ഈ അസസ് ചെയ്യാനും മേൽനോട്ടം വഹിക്കാനും ഓവർസീസ് ആൻഡ് അസസ് ദ ഗ്രോസ് പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ്, അതാണ് ഗ്രോസ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ഓവറോൾ പെർഫോമൻസ് മേൽനോട്ടം വഹിക്കാനും വിലയിരുത്താനും ഉള്ള ഒരു ഇതുണ്ട്, അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ട്. ആൻഡ് ദ സ്റ്റാഫ് ആൻഡ് എൻഷുർ ദാറ്റ്, പിന്നെ അതുപോലെ തന്നെ എൻഷുർ ദാറ്റ് ഫയൽസും റെക്കോർഡ്സുകളും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതും ഉറപ്പുവരുത്തണം. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആണ്, അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing center programs such as blood donation month. ഈ ബ്ലഡ് ബാങ്ക് ജീവനക്കാരുടെ ആ മാനേജ്മെന്റിന് പുറമെ തന്നെ ബ്ലഡ് ബാങ്ക് മാനേജറിന് ഒരു സെന്റർ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാംസുകൾ ഹോസ്പിറ്റൽസിലാണെങ്കിലും കണ്ടക്ട് ചെയ്യാം. അപ്പൊ അത് പേഷ്യൻസിന് ഈ ബ്ലഡ് ഡൊണേഷനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടാവുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകൾ, സെന്റർ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉള്ള ആളായിരിക്കും. ഓക്കെ, ബ്ലഡ് ഡൊണേഷൻ മന്ത് എന്ന് പറയുന്നത് ജനുവരിയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന
കാര്യങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യങ്ങള്. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ കേട്ടോ. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ സംരക്ഷിക്കുക. ഇപ്പൊ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ നമ്മൾ പറഞ്ഞ ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് നോക്കിയേ, ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. എന്താണ്? ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് വെച്ചാൽ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് അവര് അവിടെ പാലിക്കുന്നുണ്ട്, ആ ബ്ലഡ് ബാങ്കില് പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പുവരുത്തുക. ടു കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അത് സംരക്ഷിക്കുക. ഏതൊക്കെയായിരുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ? ഏതൊക്കെയാ അതിനകത്ത് നമ്മൾ പറഞ്ഞേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് അതൊക്കെ പറഞ്ഞേ. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ പ്രീ ഡൊണേഷൻ ചെക്കപ്പ് നടത്തണം അല്ലെ? ഏജ് നോക്കണം, 18 തുടങ്ങി 65 വയസ്സിനുള്ളിലായിരിക്കണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 45 kg മുകളിലായിരിക്കണം. അയാള് ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം അല്ലെ? ഇങ്ങനെയുള്ള ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾസ് അത് പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് രണ്ടാമത്തെ ഓക്കെ, വെരിഫൈ ഇൻസിഡൻസ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. വെരിഫൈ ഇൻസിഡൻസ് ഫോംസ്, ഫോമുകള് പരിശോധിക്കുക, വെരിഫൈ ചെയ്യുക. റിലേറ്റഡ് ടു ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകള് എന്ത് ചെയ്യുക? പരിശോധിക്കുക. പിന്നെ അതുപോലെ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡ്സുകള് കറക്റ്റ് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോമുകൾ ഉണ്ടല്ലോ, ആ ഫോമുകള് അത് അവർ കറക്റ്റ് ആയിട്ടാണോ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോമുകള്, അതുമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ്സുകള് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യുക. നെക്സ്റ്റ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക, കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഏതൊക്കെ ബ്ലഡുകളാണോ നമുക്ക് അവിടെ ഇപ്പൊ പെട്ടെന്ന് റിക്വയർ ആയിട്ട് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ആണെന്നുള്ളതൊക്കെ നോക്കി പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്പിറ്റൽസിലാണെങ്കിലും ഇത് ബ്ലഡിന്റെ ഒരു നമുക്ക് കിട്ടാത്തൊരു അവസ്ഥ വരരുത്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാം ഇതും നമ്മൾ നേരത്തെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് സ്റ്റോർ ചെയ്യുക. Proper storage of blood and blood products. Next, fourth point, department is controlled by well-trained and qualified personnel. മറ്റൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. Department is controlled by well-trained and qualified person. ട്രെയിൻഡ് ആയിട്ടുള്ളതും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നുവെച്ചാൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഏൽപ്പിക്കണം അല്ലെ? ബ്ലഡ് ബാങ്കുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അതിന്റെ ചുമതല ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനോ നിർത്താൻ പറ്റൂല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉറപ്പാക്കണം. നല്ല ട്രെയിനിങ് കിട്ടിയതും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. The last point, make arrangements for meetings to identify and settle department issues. Make arrangements for മീറ്റിംഗിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യുക.
എന്തിനെ കുറിച്ചാണ് നോക്കിയേ? ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇഷ്യൂസുകൾ അത് സെറ്റിൽ ചെയ്യാനും അതെന്താണ് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി. നിലവിലുള്ള പോളിസീസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. മേക്ക് ലാസ്റ്റ് പോയിന്റ് ആണ്, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. ഇനി ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് സെറ്റ് ചെയ്യണം അല്ലെ, സെറ്റിൽ ചെയ്യണം. സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ഇങ്ങനെയുള്ള ഇതിനു വേണ്ടി മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പറയുന്നു, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ്. അവിടെ നിലവിലെ കുറച്ച് പോളിസീസ് ഉണ്ടാവുമല്ലോ, നിലവിലുള്ള നയങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതിന് മുന്നേ ഇങ്ങനെയുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ വന്നപ്പോ എന്തൊക്കെയാണ് അവിടെ നടപടി എടുത്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്തത്, അവിടുത്തെ മുന്നുള്ള പോളിസീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻഷുർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അയച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? റെഡി ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, എന്തൊക്കെയായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങള്? ഫസ്റ്റത്തെ എന്താണ് പറഞ്ഞത്? ടു കീപ് proper system of blood transfusion protocol. ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അത് കറക്റ്റ് ആയിട്ടാണ് അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ നടത്തുന്നത്, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അത് സംരക്ഷിക്കുക, നടപ്പിലാക്കാനായിട്ട് അത് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് കറക്റ്റ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ നോക്കി മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആക്കുക, അത് സംരക്ഷിക്കുക, കറക്റ്റ് ആയിട്ടാണോ ചെയ്യണത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ പറഞ്ഞേ? Verify incident forms related to transfusion reactions, proper maintenance of records. എന്താ പറഞ്ഞേക്കുന്നേ അവിടെ? നമ്മള് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ടുള്ള ഉണ്ടാകുന്ന അത് ഈ
വെരിഫൈ ചെയ്യാൻ ആ സംഭവങ്ങൾ, ആ ഫോംസ് അത് കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ആ ഫോമുകള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിലുള്ള ആ ഫോംസുകൾ അതൊക്കെ നല്ല വെരിഫൈ ചെയ്യുക. പിന്നെ റെക്കോർഡ്സുകൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യുക. ഫോമുകൾ പരിശോധിച്ച് നോക്കാം, ഇത് കറക്റ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെല്ലാം ഓർഡർ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ള മീനിങ്. നെക്സ്റ്റ് തേർഡ് വൺ എന്തായിരുന്നു? പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക, ആവശ്യത്തിന് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിനഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. പിന്നെ ഒരു കാര്യം, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല അത് കൺട്രോൾ ചെയ്യുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ളതും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതുമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, അത് നോക്കണം. പിന്നെ മേക്ക് അറേഞ്ച്മെന്റ്സ് for meetings to identify and settle departmental issues, also to revise existing policies. ഈ അവിടെ മീറ്റിംഗ്, ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അത് സെറ്റിൽ ചെയ്യാനുമുള്ള മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ്, അതിന് മുന്നുള്ള പോളിസീസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, റിവൈസ് ചെയ്യുക. അത്രേ ഉള്ളൂ, ഈ ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു ബ്ലഡ് ബാങ്കിന്റെ. ഇനി നെക്സ്റ്റ് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം നമുക്ക് കേട്ടോ. ബുക്ക് എടുത്തോ. എടുത്താ നോട്ട്ബുക്ക് എടുത്താ? എടുത്തു. അപ്പൊ അതിനകത്ത് നമ്മൾ ഇനിയിപ്പോ മോക്ക് ടെസ്റ്റ് തന്നേക്കുന്നത് തരുന്നില്ല, അല്ലാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ബ്ലഡ് ബാങ്ക് എന്താണ്, അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ അതിനകത്ത് നമ്മൾ അവിടെ ഏതൊക്കെ ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടത്തുന്നത്, ഏതൊക്കെയാ? ബ്ലഡ് കളക്ഷൻ, പ്രോസസ്സിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേറ്റിംഗ്, സ്റ്റോറേജ് എന്നുള്ള ടാസ്കുകൾ അത് നമ്മൾ എഴുതിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ, ഏതൊക്കെ ടാസ്കുകള്. അത് 4 പോയിന്റ്സ് നോക്കിയാൽ മതി. പിന്നെ അതിനകത്ത് ആവറേജ് പേഴ്സൺ ക്യാരി 5 liters ഓഫ് ബ്ലഡ് ആണെന്ന് പറഞ്ഞു. ഇനി അവിടുത്തെ ഫങ്ഷൻസ്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is included comes under എന്നാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എഴുതിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? Which of the following is included in blood bank functions? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? എഴുതിക്കോ. ഓക്കെ, ഓപ്ഷൻ എ ഇൻവെന്ററി, INVENTORY, inventory and stock management of inventory and stock management of
inventory and stock management of blood, management of blood and its elements. Second one, evaluation of immunological suitability between immunological suitability between donor and patient. Suitability between donor and patient. Option C, communication with the communication with the blood establishment. Communication with the blood establishment. Option D, all of the above. ഏതാ ആൻസർ തന്നെ? എല്ലാ ഫങ്ഷൻസ് വരുന്നുണ്ട് അല്ലെ? 3 ഓപ്ഷനും ഫങ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആൻസർ ഡി, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following is not a function of plasma? പ്ലാസ്മയുടെ ഫങ്ഷൻസിൽ അല്ലാത്തത് ഏത്? പ്ലാസ്മയുടെ ഫങ്ഷനുകളിൽ പെടാത്തത് ഏത്? Which of the following is not a function of plasma? എഴുതിക്കോ. ഫസ്റ്റ് ഓപ്ഷൻ എ, helps to maintain blood pressure. Option B, provides proteins for blood clotting. Next, option C, transport oxygen to the tissues in the body. Transport oxygen is to the tissues in the body. Option D, balance the level of
sodium and potassium. Balance the level of sodium and potassium. ഏതാ ഫങ്ഷൻസ് അല്ലാത്തത് ഏതാ? helps to maintain blood pressure. പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. provides protein for blood clotting. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ക്ലോട്ട് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. ലെവൽ ഓഫ് സോഡിയം പൊട്ടാസ്യം ലെവൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതും ഫംഗ്ഷൻ ആണ്. ഏതാ വരാത്തത് ഏതാ? Transport oxygen to the tissues in the body. Okay, next question. Next question. What is the scientific name of platelets? PLATELETS, platelets. Scientific name ഏതാ platelets ന്റെ? thrombocytes. Okay, thrombocytes. Very good. Thrombocyte. THROMBOYCYTES. Thrombo. THROMBOCYTES. Thrombocytes. Next question. Which blood type is known as universal recipient? Which blood type is known as universal recipient? എഴുതാ, ഓപ്ഷൻസ് എഴുതാ. AB positive, next option B AB negative, option C O positive, next O negative, option D O negative. ഏതാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? AB positive. Okay, next one. Next question. A blood bank should be situated on the dash. A blood bank should be situated on the dash floor. Dash floor. ഏത് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞ ബ്ലഡ് ബാങ്ക്? ground floor. Okay, ground floor. A blood bank should be situated on the ground floor. Okay, ഇന്നിപ്പോ 5 ക്വസ്റ്റ്യൻ എഴുതിയുണ്ട്. ബാക്കി നമുക്ക് നാളെ എഴുതാം കേട്ടോ. ബാക്കിത്തെ ക്വസ്റ്റ്യൻസ് നാളെ എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി തന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ നാളെ നമുക്ക് തുടങ്ങാം.
ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? Okay, ma'am. Thank ഓക്കെ, you. താങ്ക് യു.